നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ഇന്നലെ വൈകി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു കൊലപാതക വാർത്തയും ആത്മഹത്യയുടെ വാർത്തയും ഉണ്ടായിരുന്നു. അത് കൊല്ലം കടപ്പാക്കടയിൽ നിന്നാണ്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിൽ നിന്ന് സൂചനകളായി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഇന്ന് പുറപ്പെടുകയാണ്. ഇന്ത്യൻ സമയം ഏതാണ്ടൊരു 8:15 ആയിരിക്കും അവർ ബഹിരാകാശത്ത് നിന്ന് പുറപ്പെടുക. ഇന്ത്യൻ സമയം അനുസരിച്ച് നാളെ പുലർച്ചെ അവർ ഭൂമിയിൽ വീണ്ടും കാൽ തൊടും. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കാൽ തൊടുന്ന ആ ചരിത്ര മുഹൂർത്തത്തിനാണ് ലോകം കാത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് കൊല്ലത്തു നിന്നുള്ള വാർത്തകളിലേക്കാണ്. കൊല്ലത്ത് കടപ്പാക്കടയിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയപ്പകയെന്നാണ് സൂചന. അക്രമിയായ തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെബിൻ്റെ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസിൻ്റെ സംശയം. ഫെബിൻ്റെ വീട്ടിലെത്തിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണെന്നാണ് വിവരം. ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിവരങ്ങളുമായി വിനീഷ് ചേർന്നു. വിനീഷ്, നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നലെ രാത്രി ഇങ്ങനെയൊരു വലിയ ദുരന്ത വാർത്ത, സ്വന്തം വീടിൻ്റെ മുറ്റത്ത് വെച്ച് കുത്തേറ്റ് വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന ആ ദുരന്ത വാർത്തയും അതിനുശേഷമുള്ള ഈ ആത്മഹത്യയുടെ വാർത്തയും ഒക്കെ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം സംശയമുണ്ടായിരുന്നത് എന്താണ് ഇങ്ങനെയൊരു കൃത്യത്തിന് ഈ തേജസ്സിനെ പ്രേരിപ്പിച്ചതെന്നതായിരുന്നു. അക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? കൊല്ലം ഉളിയകോവിൽ സ്വദേശിയായ ഫെബിനെ കൊലപ്പെടുത്താൻ കാരണം പ്രണയപ്പക എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കൊലപാതകത്തിന് ശേഷം തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവും പോലീസിനെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസ് രാജുമായി അടുപ്പത്തിലായിരുന്നു എന്നറിയുന്നു. ഇരുവരും തമ്മിൽ ഒരുമിച്ച് പഠിച്ചപ്പോഴുള്ള സൗഹൃദമാണ് പ്രണയത്തിൽ എത്തിയത്. അതുപോലെ തന്നെ തേജസിന് പോലീസ് സെലക്ഷൻ ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് ഈ ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ തേജസ് പുറത്തായതോടെയാണ് ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ടത്. ഇത് ഇരുവരുടെയും വിവാഹ ബന്ധത്തിന് തടസ്സമാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തുടർന്നുണ്ടായ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ സൂചന നൽകുന്നത്. ഈ ഫെബിന്റെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് തേജസ്സിന് കൂടുതൽ വിരോധം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തേജസ്സിന്റെയും ഫെബിന്റെയും കുടുംബങ്ങൾ തമ്മിൽ അറിയാം എന്നുള്ള നാട്ടുകാരുടെ മൊഴിയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസിനെ നയിച്ചിരിക്കുന്നതും. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടെയാണ് തേജസ് രാജ് കൊല്ലം ഉളിയകോവിലെ ഫെബിന്റെ വീട്ടിലെത്തുന്നത്. തുടർന്നാണ് അക്രമം നടത്തിയത്. പർദ്ദ ധരിച്ചായിരുന്നു ഇയാൾ എത്തിയത്. മുഖം മറച്ചെത്തിയ ഇയാൾ കത്തിയുമായി എത്തുന്നു. അതുപോലെ തന്നെ ഇയാളുടെ കയ്യിൽ ഒരു ബോട്ടിൽ കരുതിയിരുന്നു. അത് പെട്രോൾ ആണോ അതോ മണ്ണെണ്ണയാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഒരു ദ്രാവകം ഒരു കുപ്പിയിൽ നിറച്ച് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഇയാൾ ഉടൻ തന്നെ ഈ ഫെബിന്റെ പിതാവിന്റെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കത്തിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ദൗത്യം നടക്കാതെ വന്നതോടെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തുന്നത്. ഫെബിനെ അതിക്രൂരമായി കുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴുത്തിനും നെഞ്ചിനും അതുപോലെ തന്നെ നട്ടലിന്റെ ഭാഗത്തുമായിട്ട് ആഴത്തിൽ മുറിവേറ്റതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കുത്ത് നടക്കുമ്പോൾ തന്നെ ഫെബിന്റെ പിതാവ് ഇടയ്ക്ക് കയറി തടസ്സം പിടിക്കാൻ നിന്നപ്പോൾ പിതാവിനും കുത്തേറ്റിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഈ അക്രമി ഇവിടെ നിന്നും മതിൽ ചാടിക്കടന്ന് കടപ്പാക്കടയിലുള്ള റെയിൽവേ ട്രാക്കിലെത്തുകയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ കുത്തേറ്റ ഫെബിൻ വീടിന് പുറത്തേക്ക് ഓടി വരുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് പിന്നെ ലഭ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുത്തേറ്റ ഗോപസും, അത് ഈ ഫെബിന്റെ പിതാവിന്റെ പേരാണ്, ഗോപസും അതുപോലെ തന്നെ ഈ ഫെബിനെയും ഉടൻ തന്നെ ഒരു ഓട്ടോയിൽ നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും
ഈ ഫെബിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഈ ഗോപസിന് തന്റെ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ പോലും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഫെബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബിന് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഫെബിൻ BCA 2ാം വർഷ സ്റ്റുഡന്റ് ആണ്. ഫാത്തിമ കോളേജിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫെബിൻ ഈ ഡെലിവറി ബോയ് ആയിട്ടൊക്കെ ജോലി ചെയ്തൊക്കെയാണ് അയാളുടെ പഠനമൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ ഫെബിൻ. അത് ഫെബിന്റെ കോളേജ് അധികൃതർ തന്നെ പറയുന്നത് ഫെബിൻ നല്ല ഒരു പയ്യനാണ്, വളരെ നല്ല അഭിപ്രായമാണ് കോളേജിൽ നിന്ന് പോലും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ അക്രമി ഉപയോഗിച്ച ഈ കൃത്യത്തിനായി ഉപയോഗിച്ച കത്തി ഇവരെ വീടിന്റെ സമീപത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധനകളെല്ലാം നടത്തും. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സമയത്ത് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ അക്രമം നടക്കുന്ന സമയത്ത് ഫെബിന്റെ സഹോദരി, ആ കുട്ടിയുടെ പേരിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതെങ്കിൽ അവർ വീട്ടിലുണ്ടായിരുന്നോ? ആണോ അതോ ഈ പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നോ ഈ തേജസിന്റെ ലക്ഷ്യമുണ്ടായിരുന്ന? ആ രീതിയിലൊക്കെ സംശയങ്ങളുണ്ട് വിനീഷ്. തീർച്ചയായും ശ്രീജ, പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഈ ഫെബിന്റെ സഹോദരിയും ഈ കൊലപാതകിയുമായിട്ട് മുൻപ് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള പക തന്നെയാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ്. പക്ഷേ ഈ സഹോദരി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അവർ വീട്ടിലുണ്ടാകും. ഇന്ന് അവർ അതായത് കൃത്യം നടന്ന ദിവസം വീട്ടിലുണ്ടാകും എന്ന് കരുതിയാണ് ഈ അക്രമി അവരുടെ വീട്ടിലെത്തിയത് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും ഈ ഇരു കുടുംബങ്ങൾ തമ്മിൽ അറിയാം എന്നുള്ള ഈ നാട്ടുകാരുടെയും ചിലരുടെയും മൊഴികളാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസിനെ നയിച്ചിരിക്കുന്നത്. കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട്. ഈ തേജസിന്റെ അച്ഛൻ കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SI രാജു, അദ്ദേഹവും പോലീസുകാരനാണ്. ഇയാൾക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിരുന്നു. അങ്ങനെ ഒരാളാണ് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകത്തിലേക്കും അത് കഴിഞ്ഞൊരു ആത്മഹത്യയിലേക്കും ഒക്കെ പോയത് എന്ന് പറയുമ്പോൾ അതും വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് വളരെ ആസൂത്രിതമായി തന്നെ നടത്തിയൊരു കൊലപാതകം, ആ രീതിയിലാണോ പോലീസ് സംശയിക്കുന്നത്? തീർച്ചയായും പോലീസ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇനി അന്വേഷണം നടക്കാനായിട്ടുണ്ട്. ഈ അക്രമി 6 മണിയോടുകൂടി പരിസരത്ത് എത്തിയതായിട്ട് ചില സൂചനകൾ ലഭിച്ചു. അതായത് ഈ പർദ്ദ ധരിച്ച് വീടിന് ചുറ്റും നടന്നതായിട്ട് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ കൂടി പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ വീടുകളെല്ലാം CCTV ഉള്ളതായി പോലീസിന് അറിവുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ദൃശ്യങ്ങൾക്കായിട്ടുള്ള അന്വേഷണവും നടക്കും. കൂടുതൽ അന്വേഷണത്തിലേക്ക്, അതായത് ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കാനുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. അതിനുള്ള ഉടൻ തന്നെ ഏകദേശം ഒരു 10 മണിയോട് കൂടി ഫോറൻസിക് സംഘം എത്തുമെന്നാണ് നമുക്കറിയാം. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ഈ ഉളിയക്കോവിൽ ഇങ്ങനെ ഒരു വലിയ ഞെട്ടിക്കുന്ന, നാടിനെ മുഴുവൻ ഞെട്ടിക്കുന്ന ആക്രമണം ഉണ്ടാവുന്നത്. തേജസ് രാജ്, ഇയാൾ നീണ്ടകര സ്വദേശിയാണ്. തേജസ് രാജാണ് ഈ ഉളിയക്കോവിൽ സ്വദേശിയായ ഫെബിൻ്റെ വീട്ടിലെത്തുകയും പർദ്ദ ധരിച്ച് വീട്ടിലെത്തി ഫെബിനെ വിളിച്ചിറക്കി കുത്തി കൊലപ്പെടുത്തിയത്. ഫെബിൻ്റെ അച്ഛൻ ഗോമസിനും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. ഈ ആക്രമണത്തിന് ശേഷം കാറിൽ പോയ തേജസ് പിന്നീട് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്കും എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്ന സ്ഥിരീകരണത്തിലേക്കുമൊക്കെ പോലീസ് ഇനിയും എത്തേണ്ടതുണ്ട്. ഇന്ന് നേരം വെളുക്കുന്നതേ ഉള്ളൂ. കൂടുതൽ പരിശോധന പ്രദേശത്ത് നടത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. വിശദമായി ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിയെത്തും 7 മണിക്ക്. ഇപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് ഇടുക്കി ജില്ലയിലെ അടിമാലി, മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ വേനൽ മഴ ലഭിച്ചു. കാത്തിരിപ്പിനൊടുവിലെത്തിയ മഴ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ്. രണ്ട് മാസത്തിലധികമായി വലിയ ചൂടും വരൾച്ചയുമാണ് ഹൈറേഞ്ച് അഭിമുഖീകരിച്ചു വരുന്നത്. ജലലഭ്യത കുറഞ്ഞതോടെ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഇനിയും മഴ വൈകിയാൽ കാർഷിക മേഖല തകരുമെന്ന സാഹചര്യത്തിൽ വേനൽ മഴ ലഭിച്ചതോടെ ഏറെ ആശ്വാസത്തിലാണ് കർഷകർ. മഴ പെയ്തതോടെ കനത്ത ചൂടിനും ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അടിമാലിയിലും മൂന്നാറും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വേനൽ മഴ ലഭിച്ചു.
മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മഴ പെയ്ത് അന്തരീക്ഷ താപനില കുറയുന്നതും വൈദ്യുതി വകുപ്പിന് ആശ്വാസമാണ്. ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കുറവ് വന്നിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിച്ചാൽ നേരിയ തോതിലെങ്കിലും ജലസ്രോതസ്സുകളിൽ ഒഴുക്ക് വർദ്ധിച്ചാൽ KSEBിക്ക് ഗുണം ചെയ്യും. കുടിവെള്ളക്ഷാമം രൂക്ഷമായ വിവിധ പ്രദേശങ്ങൾ ജില്ലയിലുണ്ട്. ഇപ്പോഴത്തെ മഴ ഇവിടങ്ങളിലെ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നു. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മഴ പെയ്തേക്കുമെന്ന പ്രതീക്ഷയാണ് ഹൈറേഞ്ചിനുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ലഹരി വ്യാപനം തടയാൻ പോലീസ്. പട്ടാമ്പി കുലുക്കല്ലൂർ വണ്ടുന്തറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്നതായി കണ്ടെത്തി. സംഭവത്തിൽ പാറപ്പുറം സ്വദേശി സതീഷിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 144 സെന്റിമീറ്റർ ഉയരത്തിലുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് കണ്ടെത്തിയത്. വീടിന്റെ പുറകുവശത്ത് ശുചിമുറിയോട് ചേർന്നാണ് ചെടി വളർത്തിയിരുന്നത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മയക്കുമരുന്നിനെതിരെ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡുകളിൽ 2.15 കോടി മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. മാർച്ച് 5 മുതൽ 16 വരെ നടത്തിയ 5399 റെയ്ഡുകളിൽ 725 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 742 പേരെ പ്രതി ചേർത്തു. 81.21 ഗ്രാം MDMA, 55.73 ഗ്രാം ഹെറോയിൻ, 39.26 ഗ്രാം മെത്താഫെറ്റമിൻ, 12.82 ഗ്രാം നൈട്രോസെഫാം ഗുളികകൾ, 14.5 ഗ്രാം ബ്രൗൺ ഷുഗർ, 133.9 കിലോ കഞ്ചാവ്, 14.8 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, ഇങ്ങനെയൊക്കെയാണ് എക്സൈസ് പരിശോധനയുടെ ഭാഗമായി പിടിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ കടകളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. കടകളിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകളും ക്യാരി ബാഗുകളും പിടിച്ചെടുത്ത് 10,000 രൂപ പിഴ ചുമത്തി. തിരുവനന്തപുരത്ത് നിന്നെത്തിയ യൂണിറ്റ് സംഘവും കാട്ടാക്കട പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ തീരുമാനം മലങ്കര ജലാശയത്തിന് സമീപമുള്ള കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്ന ആശങ്ക. ഡാമിന് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴപ്രദേശത്ത് താമസിക്കുന്നത്. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മലങ്കര പ്രദേശത്തെ കർഷകരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് മലങ്കര ജലാശയം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയാറിന് ഇരുവശമുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്താണ് അന്ന് മലങ്കര ജലാശയവും ഇതിന്റെ മഴപ്രദേശവും സ്ഥാപിച്ചത്. ഇതിനോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബങ്ങളടക്കം ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ജലസേചന വകുപ്പിന്റെ ഡാമുകളുടെ പരമാവധി സംഭരണ ശേഷിക്കും അപ്പുറം 20 മീറ്റർ ബഫർ സോണും തുടർന്ന് 100 മീറ്റർ നിർമ്മാണ നിരോധനവും കാരണം മലങ്കര ജലാശയത്തിന്റെ സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് പലായനം ചെയ്യേണ്ടി വരുമെന്നതിൽ ആശങ്കയുയർത്തുന്നത്. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് മലങ്കര ജലാശയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. മുട്ടവും കുടയത്തൂരും അറക്കുളവും അതിനപ്പുറം വെള്ളിയാമറ്റവും ആലക്കോടും ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളെ അതിൻ്റെ ഏകദേശം വരുന്ന ടൗൺ പ്രദേശങ്ങളെ പൂർണ്ണമായി ഈ ബഫർ സോൺ ബാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാധ്യതയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഈ ഗവൺമെന്റിനും ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. മലങ്കര ജലാശയത്തിന് ചുറ്റും കാച്ച്മെന്റ് ഏരിയ വനംവകുപ്പിന് വിട്ടു നൽകി പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തിയതിനു പിന്നാലെയാണ് ബഫർ സോൺ സ്ഥാപിക്കാനുള്ള നീക്കം. മലങ്കര റിസർവയറിന് ചുറ്റും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് പ്രദേശവാസികൾ. സാധാരണക്കാർ ആളുകൾക്ക് ഒരു ലൈഫിൽ ഭവന പദ്ധതി ലഭിച്ചാൽ പോലും ലൈഫിൽ വീട് പണിയണമെങ്കിൽ പോലും ഈ 20 മീറ്റർ ചുറ്റളവിലാണ് മാത്തപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ അമ്പാട്ട് കോളനി, ശങ്കരപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് സാധാരണക്കാർ ആളുകൾക്ക് ജീവിക്കുന്നതിനുള്ള സാഹചര്യം കോളനി പ്രദേശത്തെയും അതുപോലെ തന്നെ വലിയ ടൂറിസം സാധ്യതകളുള്ള മലങ്കര പോലെ ഒരു പ്രദേശത്ത് ആ ടൂറിസം സാധ്യതകൾക്ക് വിഘാതം ഏൽപ്പിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെളിയാമറ്റം എന്നീ 6 പഞ്ചായത്തുകളിലെ 1000-ലേറെ കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴപ്രദേശത്ത് താമസിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം വീടുകളുടെ നവീകരണം, പുതിയ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നത്തിലാകും. ന്യൂസ് 18 ഇടുക്കി.
ആറ്റിങ്ങൽ നഗരസഭയിലെ മാലിന്യം ശേഖരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം തടഞ്ഞ കർഷക കോൺഗ്രസ്. കഴിഞ്ഞ 7 മാസക്കാലമായി വാഹനം ഫിറ്റ്നസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിയിരുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. നിലവിൽ വാഹനം ഹരിതകർമ്മസേനയുടെ മാലിന്യം ശേഖരിക്കാനാണ് ഓടിക്കൊണ്ടിരുന്നത്. ഹരിതകർമ്മസേനയുടെ വാഹനം റീടെസ്റ്റ് കഴിഞ്ഞ് മാസങ്ങളായി നഗരസഭാ അങ്കണത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. യാതൊരു രേഖയുമില്ലാതെയാണ് ഈ വാഹനം സ്കൂൾ സമയത്ത് ഉൾപ്പെടെ സഞ്ചരിച്ചതെന്ന് പരാതിപ്പെട്ടിട്ടും RTO നടപടി സ്വീകരിച്ചില്ലെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ വാഹനത്തിൽ മാലിന്യം ശേഖരിച്ച് സംസ്കരണ പ്ലാന്റിലേക്ക് മടങ്ങവെയാണ് വാഹനം തടഞ്ഞത്. പോലീസ്, RTO അധികൃതർ, നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാസി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ കൊല്ലമുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കർഷകന്റെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കത്തിച്ചതായി പരാതി. ഇടുക്കി പാൽക്കുളം മേടിലാണ് കുത്തനാപ്പിള്ളിൽ നിജോയുടെ വീട് കത്തിച്ചു എന്ന ആരോപണം. വീട്ടിലെ ഇരുമ്പ് വസ്തുക്കൾ വനംവകുപ്പ് വാഹനത്തിൽ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതായും വീട്ടുടമ ആരോപിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി നിജോയുടെ കൈവശമാണ് ഈ സ്ഥലമുള്ളത്. ഇടുക്കി പാൽക്കുളം മേടിൽ വനാതിർത്തിയോട് ചേർന്നാണ് കുത്തനാപ്പിള്ളിൽ നിജോയുടെ കൈവശമുള്ള വീടും സ്ഥലവുമുള്ളത്. മുൻപ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തുള്ള വീടിന് നിജോ കഴിഞ്ഞ 25 വർഷമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കരമടയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിജോ സ്ഥലത്തില്ലാതിരുന്ന സമയം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വനം വകുപ്പ് അധികൃതരെത്തി വീടിന് തീയിട്ട് കത്തിച്ചെന്നാണ് പരാതി. ഇത് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസ് എടുക്കുമ്പോൾ മാത്രം നോട്ടീസ് വരും. അല്ലാത്തപ്പോൾ ഒരു നോട്ടീസോ ഒരു കാര്യങ്ങളോ എന്നോട് പറഞ്ഞില്ല. ഇറങ്ങാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. നിലവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കമ്മീഷൻ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെര ഉണ്ടായിരുന്നതിന്റെ തെളിവ് പോലുമില്ല. അതേപോലെ അവർ നാമാവശേഷമാക്കി കളഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഒരു പാറയുടെ മുകളിലാണ് വീട് നിർമ്മിച്ചിരുന്നത്. വീട്ടിൽ ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു, കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളും ഇവർ കടത്തിക്കൊണ്ടുപോയതായി ആരോപണമുണ്ട്. ഉടമസ്ഥൻ നിജോ അന്വേഷിച്ചപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം നിഷേധിച്ചെങ്കിലും വനം വകുപ്പ് വാഹനത്തിൽ കയറ്റി വീടിന്റെ ഇരുമ്പ് അവശിഷ്ടങ്ങൾ ചെറുതോണിയിലെ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി താൻ കരമടയ്ക്കുന്ന ഭൂമിയിലുള്ള വീട് കത്തിച്ച വനം വകുപ്പിനെതിരെ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും ആവശ്യപ്പെട്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും കോടതിയിലും പരാതി നൽകിയതായി നിജോ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ നവീകരണത്തിനായി അടച്ച റോഡ് സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ വാഹനങ്ങൾ മുന്നറിയിപ്പ് മറികടന്ന് പ്രവേശിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. കോൺക്രീറ്റ് ചെയ്ത റോഡ് തുറക്കും മുമ്പ് വാഹനം കയറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. മൂന്നാറിൽ നിന്നും ന്യൂ നഗറിലേക്ക് പോകുന്ന റോഡാണ് നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്തത്. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോയിരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് മറികടന്ന് സ്വകാര്യ ഗ്യാസ് ഏജൻസി വഴി തുറന്ന് വാഹനങ്ങൾ കയറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വഴിയടച്ചതോടെ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്ന ടാക്സി തൊഴിലാളികളടക്കമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. இந்த ரோடு ஜில்லா பஞ்சாயத்துலேருந்து பவ்யா ஜில்லா பஞ்சாயத்து மெம்பர் வச்ச 20 லட்சம் ரூபா. இந்த ரோடு 10-15 விவசாயி வேலைஞ்சி போட்டிருக்கோம். இன்னைக்கு இந்த கேஸ் கம்பெனிக்காரங்க இந்த ரோடை திறந்து யாருக்குமே தெரியாமல் திறந்து உள்ள வண்டி ஏற்றினாங்க. ரோடெல்லாம் பொழிஞ்சு போச்சு. இது இந்த கேஸ் கம்பெனி பேரில் ஒரு கேஸ் எடுக்கணும். அது மாத்திரம் இல்லாமல் ஆற்று புறம்போக்கு ஆற்றை மறைச்சி பாலம் கட்டிட்டு இருக்காங்க, இடம் பிடிச்சிட்டு இருக்காங்க. ஒரு பாவப்பட்ட ஆளுங்க ஒரு 2 சென்ட் இடம் பிடிச்சா இங்கே உள்ள கவர்மெண்ட் வில்லேஜ் ஆஃபீஸரும் தாசில்தார் எல்லாம் வந்துடுறாங்க, பஞ்சாயத்து உள்பட. இந்த பாலம் கட்டுறதுக்கு பஞ்சாயத்து അനുമതി കൊടുത്തെന്ന് சொல்றாங்க. ഇത് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിരിക്കുന്നതാ ഇല്ല യാർ കൊടുത്തിരിക്കാണ്ട് എங்களுக்கு தெரியணும். പ്രതിഷേധം രൂപം കൊണ്ടതോടെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം ഒടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസി അറിയിച്ചു. സ്വകാര്യ ഗ്യാസ് ഏജൻസി പ്രദേശത്ത് തോട് കയ്യേറി പാലം നിർമ്മാണം നടത്തുന്നുവെന്നും ഇതിന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഒത്താശ ചെയ്യുന്നുവെന്നും സ്ഥലത്തെത്തിയ ടാക്സി തൊഴിലാളികൾ ആരോപിച്ചു. ന്യൂസ് 18 ഇടുക്കി. ശബരിമല മാസപൂജയ്ക്കുള്ള ദർശന സമയത്തിൽ മാറ്റം. രാവിലെ 5 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 4-ന് നട തുറന്ന് വീണ്ടും രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും. ഇരുമുടിക്കെട്ടില്ലാതെയുള്ള ദർശനത്തിനും സമയമാറ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതലേ സിവിൽ ദർശനം അനുവദിക്കൂ. രാത്രി 9:30-ക്ക് ശേഷം ഈ ദർശനം ഉണ്ടായിരിക്കില്ല.
കണ്ണൂർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിച്ച 5.5 ഏക്കർ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ്. പയ്യന്നൂരിന്റെ സ്വപ്ന പദ്ധതിയാണ് 28 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ചാണ് 2ാം ഘട്ട നിർമ്മാണം നടത്തുന്നത്. ബസ് സ്റ്റാൻഡ് യാർഡ്, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനമാണ് 2ാം ഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് തങ്ങളുടേതായ സമ്പൂർണമായ തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരാശരി ഒന്നുമില്ലാതെ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതിപക്ഷതയോടുകൂടി അതിന് കളമൊരുക്കിയ നഗരസഭ, അതിൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, ഉത്തരവാദപ്പെട്ടവർ, നാട്ടുകാർ, ബഹുമാന്യായ MLA ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. അവരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുക. നടുവിലെ വീട്ടിൽ ശങ്കരൻ, MN രാഘവൻ എന്നിവർ ചേർന്ന് 3.5 ഏക്കറും, ചാലിക്കണ്ടി പീടികയിൽ അബ്ദുള്ള 1 ഏക്കറും, പുതിയ വീട്ടിൽ രമണി, ചെരിപ്പൊടി വിനോദ് കുമാർ എന്നിവർ 1 ഏക്കർ വീതവുമാണ് ബസ് സ്റ്റാൻഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നത്. 2015 മുതൽ 17 വരെ 30 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥലം മണ്ണിട്ടുയർത്തുകയും 1.71 കോടി രൂപ ചെലവഴിച്ച് കെനോപ്പി, പ്ലാറ്റ്ഫോം എന്നിവയുടെ നിർമ്മാണം ആദ്യഘട്ടമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. തെങ്ങിൽ നിന്ന് തേങ്ങകൾക്ക് പകരം തെങ്ങിൻ തൈകൾ മുളയ്ക്കുന്ന കൗതുക കാഴ്ചയാണ് തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്ന് കാണിച്ചു തരാനുള്ളത്. വെങ്ങാനൂർ വെണ്ണിയൂർ സ്വദേശി രാജേഷ് കുമാറിന്റെ വീട്ടിലാണ് ഈ കൗതുക തേങ്ങ. 3 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വെങ്ങാനൂർ വെണ്ണിയൂർ നെല്ലിവിള RP സദനത്തിൽ രാജേഷ് കുമാർ തന്റെ വീട്ടുമുറ്റത്ത് നട്ടതായിരുന്നു ഈ തെങ്ങ്. തെങ്ങ് നട്ട് 3-ാം വർഷം കൂമ്പ് വന്നു. ഇതിൽ നിന്ന് ആദ്യ ഫലം കായ്ക്കുന്നതും പ്രതീക്ഷിച്ചിരുന്ന കുടുംബത്തെ അത്ഭുതപ്പെടുത്തി കൂമ്പിനുള്ളിൽ നിന്നും ഓലകൾ പുറത്തേക്ക് വന്നു. 6 മാസം കാത്തിരുന്നപ്പോൾ വീണ്ടും 9 കൂമ്പുകൾ വന്നതിലും പതിവ് തെറ്റിക്കാതെ ഓലയായിരുന്നു പുറത്തു വന്നത്. കാർഷിക മേഖലയിലെ ഈ അത്ഭുത പ്രതിഭാസം പ്രദേശവാസികൾക്കാകെ കൗതുകമായിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോ 3 വർഷം ആയപ്പോ തന്നെ കാ വന്നു. എന്റെ കൂമ്പ് വന്നു. ആദ്യത്തെ കൂമ്പ് വന്നു, അടുത്ത 2ാമത്തെ കൂമ്പ് വന്നപ്പോ സാധാരണഗതിയിൽ തെങ്ങും പൂക്കലയാണ് വരുന്നത്. അതിന് പകരം തെങ്ങ് ഓലയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ കൂമ്പ് 6 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഓരോ കൗളിലും വരുന്ന കൂമ്പുകളെല്ലാം ഓലയായിട്ട് തന്നെയാണ് വരുന്നത്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് വെങ്ങാനൂർ സ്വദേശിയിൽ നിന്നാണ് തെങ്ങിൻ തൈ വാങ്ങി നട്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീട്ടുടമ. അതേസമയം ജനിതക മാറ്റമായിരിക്കാം ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണമെന്നാണ് ഗവേഷകർ നൽകുന്ന പ്രാഥമിക വിവരം. ന്യൂസ് 18 വെങ്ങാനൂർ. കാസർഗോഡ് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് സംഘടിപ്പിച്ചു. കനൽക്കൂട്ടം എന്ന പേരിൽ ഒരുക്കിയ ക്യാമ്പിൽ കുട്ടികളുടെ നേതൃശേഷിയും സർഗാത്മകതയും വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവതരിപ്പിച്ചത്. പീലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പടവ് തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും ഭാവനകളും പുറത്തെടുക്കുന്ന തരത്തിലായിരുന്നു കനൽക്കൂട്ടം ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് ഒരുക്കിയത്. അഭിനയം, നൃത്തം, സംഗീതം എന്നിവയിലൂടെ കുട്ടികളുടെ നേതൃശേഷിയും സർഗാത്മകതയും വികസിപ്പിക്കുകയായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. സ്വന്തം കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ രക്ഷിതാക്കൾക്ക് ശരിക്കും അറിയില്ല. എന്നുവെച്ചാൽ നമുക്കൊന്നും ഒരു കുട്ടിയോ രണ്ടുണ്ടാകുമ്പോൾ അവർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ. പക്ഷേ ഇതുപോലെ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് നടക്കുമ്പോഴാണ് അവരെ പരിമിതി. അതിൽ തന്നെ ഏറ്റവും നല്ല റിയൽ അവരുടെ സെൽഫ് അവർക്ക് ഇന്ന് മനസ്സിലാവും. ഞാൻ എൻ്റെ പരിമിതി എന്താണ്, എൻ്റെ സാധ്യത എന്താണ്. ഈ സാധ്യതക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുക എന്നല്ല, ആ അറിവ് നിർമ്മാണത്തിലേക്ക് കുട്ടികൾ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത്. ആ ഫോക്കസ് ഏരിയയുടെ ഭാഗമായിട്ടാണ് പടവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. വളരെ സന്തോഷപൂർവ്വം പടവ് വരികയും കുട്ടികളെ അവരുടെ കയ്യിലേക്ക് എടുക്കുകയും ചെയ്തതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. N രഘുനാഥൻ, ശ്രീജിത്ത് വെള്ളുവയൽ, അതുൽ K സുനീഷ് വടക്കുംപാടൻ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പീലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ, OE ALP സ്കൂൾ, GWLPS പീലിക്കോട് വയൽ, ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ, ചന്ദേര എന്നീ വിദ്യാലയങ്ങളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 61 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് 18 പീലിക്കോട്.